നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്നതെന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഡിജിപിയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശ സർക്കാർ അംഗീകരിച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡിജിറ്റൽ തെളിവുകൾ വിചാരണ കോടതി തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, അങ്ങനെ ക്രിസ്മസ് അവധിക്ക് ശേഷം അപ്പീൽ നൽകും ഈ കോടതി വിചാരണ കോടതി വിധിക്കെതിരെ. എന്തൊക്കെയാകും പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്? തീർച്ചയായും ഈ ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ ഹൈക്കോടതി ജനുവരി 5-ാം തീയതിയാണ് വീണ്ടും തുറക്കുക. അപ്പോൾ തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8ാം പ്രതി ദിലീപിനടക്കം വെറുതെ വിട്ട ഈ നടപടിയിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു അപ്പീൽ നൽകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. എന്തായാലും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും നൽകിയ ഒരു ശുപാർശ, ആ ശുപാർശ സാങ്കേതികമായി തന്നെ സർക്കാർ അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിൽ അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു. അതിജീവിതയ്ക്ക് ഉറപ്പും നൽകിയിരുന്നു. എന്തായാലും ഏകദേശം 1500ഓളം പേജുള്ള ഒരു വിധിയായിരുന്നു അന്ന് കോടതി പുറപ്പെടുവിച്ചത്. ഈ വിധി പൂർണ്ണമായും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ DGPയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഒരു ശുപാർശ, ഇതിൽ അപ്പീൽ പോകാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ശുപാർശ സർക്കാർ നൽകുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അത് വേണ്ട വിധം വിചാരണ കോടതി അത് പരിശോധിക്കുകയോ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു വാദമാണ് ഉയർത്തുന്നത്. ഇതിൽ ഈ പൾസർ സുനിയും കൂട്ടരും ഈ പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഈ പ്രതികൾ അന്ന് നടിയെ ആക്രമിച്ച ആ ദൃശ്യങ്ങൾ പിന്നീട് ദിലീപിന്റെ വീട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതായിരുന്നു സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ മൊഴി. പക്ഷേ ആ മൊഴി മാത്രമല്ല, അത് കൃത്യമായി തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂട്ടറുടെ വാദം. അതായത് ഈ ദിലീപിന്റെ സഹോദരനായ അനൂപിന്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് പിടിച്ചെടുക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങളുടെ വിവരണങ്ങൾ ഉൾപ്പെടെ ഈ ഫോണിൽ നിന്നും സംഭാഷണങ്ങളായി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ തെളിവാണ്. പക്ഷേ ഈ തെളിവ് വിചാരണ കോടതി വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല, വേണ്ട വിധം പരിശോധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി ഉണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് DGPയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും സർക്കാരിനെ അറിയിക്കുകയും അത് ശുപാർശയായി നൽകുകയും ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ കേസിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്.